കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതോടുകൂടി എഡ്യൂക്കേഷൻ എക്കോസിസ്റ്റം വളരുകയും കരിക്കുലം അപ്ഡേറ്റഡ് ആവുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പം പ്രൈവറ്റ് എന്ന പേരിൽ തന്നെ ഒരുപാട് സ്വാതന്ത്ര്യം അവർക്കുണ്ടാവും. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുമ്പം അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചിരുന്നോ? അക്കാഡമി എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിയ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ സ്കില്ല് അവരെന്താണ് അവൻ പഠിക്കുന്നത് അതിൽ എക്സ്പേർട്ട് ആവുക എന്നാണ് യൂണിവേഴ്സിറ്റികളോട് ഉദ്ദേശിക്കുന്നത്. കാരണം അവനെന്തായാലും ഒരു 12 വർഷക്കാലം പഠിച്ച ശേഷമാണ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത്. അതിനുശേഷം അവന് കിട്ടുന്ന സ്കില്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തിനനുസരിച്ച് രൂപപ്പെട്ട എന്തായിരിക്കണം, ഒരു കാരിക്കുലം ആയിരിക്കണം. അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ അതിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഒരു സിലബസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രൂപപ്പെട്ട് വരണമെങ്കിൽ ഒരുപാട് നൂലാമാലകളും ഒരു സിൻഡിക്കേറ്റ് അങ്ങനത്തെ ഒരുപാട് സ്ട്രക്ചർ കടന്നിട്ട് വേണം എന്ത് ചെയ്യണം അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് കുറേ കാലതാമസം എടുക്കും. പിന്നെ കുറേ ഈഗോ ഇത്തരം കാര്യങ്ങൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അവർക്ക് അപ്ഡേറ്റ് ആയിരിക്കുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അതിൽ ചെറിയൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ അതെല്ലാത്തിനും ഒരു മഷോ ഉണ്ടാവുമല്ലോ. അത് കൂടുതൽ പണത്തിന് വേണ്ടി, അതായത് ഒരു വിദ്യാഭ്യാസം ഒരു ബിസിനസ്സായി മാറുന്ന ഒരു പ്രവണത കൂടി നമുക്ക് കാണാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പം നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരുപാട് മാറ്റങ്ങളുണ്ടാവും.